റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നെടുമ്പാശ്ശേരിയിൽ ലഹരിക്കടത്തിന് പിടിയിലായ ബ്രസീലിയൻ ദമ്പതികൾ വിഴുങ്ങിയത് എത്ര ഗുളികയാണെന്നറിയാമോ? 150-ലേറെ ഗുളികകളെന്ന് മൊഴി. അതായത് ഈ ലഹരി ക്യാപ്സ്യൂളിന്റെ രൂപത്തിലാക്കി അത് വിഴുകുക, എന്നിട്ട് നാട്ടി വരിക, എന്നിട്ട് അത് പുറത്തെടുക്കുക. DRIയുടെ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് മൊഴി നൽകിയത്. 100-ലേറെ ഗുളികകൾ നിലവിൽ പുറത്തെത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും? തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച് ലഹരി കൈമാറുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദമ്പതികളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഇത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണല്ലോ പല ലഹരിക്കടത്തും നടക്കുന്നത്. ലഹരി ആദ്യം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കുക, എന്നിട്ടത് വിഴുങ്ങുക. ആ വിഴുങ്ങിയ ലഹരി പിന്നീട് പുറത്തു വരുമ്പോൾ അതെടുക്കുക, എന്നിട്ട് ആ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ലഹരി പുറത്തെടുക്കുക. ഇതാണിപ്പോൾ അറിയുന്നത്. എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? ഒന്നും രണ്ടുമല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞത് 50 ലഹരി ഗുളികകൾ എന്നാണ്. പക്ഷേ ഇതല്ല, അതിനും അപ്പുറം ഗുളികകൾ വിഴുങ്ങിയിട്ടുണ്ടെന്നാണോ അന്വേഷണ സംഘം പറയുന്നത്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രസീലിയൻ ദമ്പതികളെ DRI സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിങ്ങിന് വിധേയരാക്കിയപ്പോഴാണ് ഇവരുടെ വയറ്റിൽ ഗുളികകൾ കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്തപ്പോൾ, പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് DRI സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. കാരണം ഈ രണ്ടുപേരും ആശുപത്രിയിൽ തുടരുകയാണ്. അങ്ങനെ പ്രാഥമിക ചോദ്യം ചെയ്യലിനിടയിലാണ് ഇപ്പോൾ ഇരുവരും യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്രസീലിൽ വെച്ച് തങ്ങൾ 150 ഗുളികകൾ വിഴുങ്ങിയ ശേഷമാണ് യാത്ര പുറപ്പെട്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ജീവന് പോലും ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ 150 ഗുളികകൾ വിഴുങ്ങിയ ശേഷം ബ്രസീലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടുപേരും ഇപ്പോൾ അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്, അല്ലെങ്കിൽ അവിടെ തുടരുകയാണ്. ഇവിടെ നിന്ന് മുഴുവൻ ഗുളികകളും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. DRI സംഘം നിലവിൽ പറയുന്നത് ഇതിനകം തന്നെ 100-ലധികം ഗുളികൾ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മുഴുവൻ ഗുളികളും പുറത്തെത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ മുഴുവൻ ഗുളികളും പുറത്തെത്തിയ ശേഷമായിരിക്കും പരിശോധനകൾ നടത്തുക. ഇത് ഏത് തരം ലഹരിയാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കേണ്ടതുണ്ട്. നിലവിൽ DRI സംഘം സംശയിക്കുന്നത് ഇത് കൊക്കൈൻ ആണെന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ കടത്തുന്നവരൊക്കെ തന്നെ കൊക്കൈൻ വിഴുങ്ങിയ ശേഷമാണ്, ഗുളിക രൂപത്തിലാക്കി വിഴുങ്ങിയ ശേഷമാണ് ഇവിടേക്ക് വരാറുള്ളത്. അതിന് കാരണമുണ്ട്. കാരണം 1 കിലോയ്ക്ക് 10 കോടിയിലധികം രൂപയാണ് കൊക്കൈന് വില വരുന്നത്. അതുകൊണ്ട് കൂടി ആ ഡിമാൻഡ് ഉള്ളതിനാൽ തന്നെ ഇത് കൊക്കൈൻ ആകാനുള്ള സാധ്യത തന്നെയാണ് അവർ കൽപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത ശേഷമാണ് ഇവർ ബ്രസീലിൽ നിന്ന് യാത്ര പുറപ്പെട്ടതെന്നുള്ളതാണ്. ഒരാഴ്ചത്തേക്കാണ് ടിക്കറ്റ് റൂം ബുക്ക് ചെയ്തിരുന്നത്. ഈ ഒരാഴ്ച കൊണ്ട്, അതായത് തിരുവനന്തപുരത്തേക്ക് എത്തുക, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിച്ചേരുക. അവിടെ ഒരാഴ്ച കൊണ്ട് ഈ ഗുളികയെല്ലാം തന്നെ പുറത്തെത്തിയ ശേഷം ഇത് കൈമാറുകയായിരുന്നു ലക്ഷ്യം. എന്തായാലും ഇത് ആരാണ് കൈപ്പറ്റാൻ ഉദ്ദേശിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് DRI സംഘം കടന്നിട്ടുണ്ട്. നിലവിൽ ഇവർ ആശുപത്രിയിൽ ആണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഴുവൻ ഗുളികളും പുറത്തെത്തിച്ച ശേഷം ഇവരെ കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അപ്പോഴായിരിക്കും ആരാണ് കൊടുത്തുവിട്ടത്, ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത് അടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യൽ നടക്കുക. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. ജീവന് തന്നെ അപകടം സംഭവിച്ചേക്കാവുന്ന രീതിയിലുള്ള വളരെ അപകടകരമായ ലഹരിക്കടത്താണത്.